ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അന്ന ആമിന ബീവി റഅത്ത് കണ്ടു ഹീന വളഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയെ മഹദി പ്രസവിച്ചപ്പോൾ വളഅത്തു ഹു പറഞ്ഞ് നീട്ടി വായിക്കണ നല്ലൊരു സുഖമുള്ള അല്ല, ഹു എന്ന് വെച്ചാൽ മതി. നൂറൻ ഒരു നൂറ് കണ്ടു. അള്ളാ അനഹു അനൂറുകാരനുമായിട്ട് ശോഭിച്ചു. ഖുസൂർ ബുസ്ര ബസ്രയുള്ളതായിരിക്കുന്ന രാജകീയ കൊട്ടാരങ്ങളെല്ലാം മിന്നർലി ഷാമിൽ നിന്നുള്ളതായ. റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അന്ന ആമിന ബീവി കാലത്ത് പറയാണ് ലമ്മ വളഅത്തുഹു മുത്തനബിയെ ഞാൻ പ്രസവിച്ചപ്പോൾ മദത്തു ഐനി എൻ്റെ കണ്ണൊന്ന് ഞാൻ നീട്ടി നോക്കി അന്തുറ വലതി എൻ്റെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി. ഫലം അറഹു കുട്ടിയെ ഞാൻ കണ്ടെത്തിച്ചില്ല. സുമ വജത്തുഹു പിന്നെ കുട്ടിയെ ഞാൻ എത്തിച്ചു ഫിൽ മിഹ്ദഇ കിളിമുറിയിൽ. വീട്ടിലുണ്ടാവുന്ന എല്ലാവർക്കും കയറി ചെല്ലാതെ ചെറിയ റൂമിനാണ് മിഹ്ദഇ എന്നറിയാം. കിളിമുറിയിലെത്തിച്ചു. വഹുവ മുത്തനബിയാവുന്നത് മക്ഹൂലുൻ കണ്ണിൽ സുർമിടപ്പെട്ടവരാണ്, മധുഹൂനുൻ ഈ ദുഹുനിടപ്പെട്ടവർ എണ്ണടപ്പെട്ടവരാണ്, മഖ്തൂൻ ഖിതാൻ കഴിക്കപ്പെട്ടവരാണ്, മൽഫൂഹുൻ വെള്ള രോമത്തിനാൽ നിർമ്മിക്കപ്പെട്ട വസ്ത്രത്തിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവരാണ്. അല്യന മിനൽ ഹരീർ പട്ടിനേക്കാൾ സോഫ്റ്റായ. യഫൂഹു ത്വീബു മിൻ ജനാബിഹി അവിടുത്തതായ തിരുമേനിയിൽ നിന്ന് തിരുശരീരത്തിൽ നിന്ന് സുഗന്ധങ്ങനെ അടിച്ചു വീശുന്നു. ഫജഅൽതു ഞാൻ തുടങ്ങി അൻദുറു ഇലൈഹി ആ പൂമേനിയിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. വൈദാ സമയത്ത് മുനാദിൻ ഏതോ ഒരു അശരീരി ഒരു വിളിച്ചു പറയുന്ന ഒരാൾ യുനാദി വിളിച്ചു പറയുന്നു അഖ്ഫൂഹു അൻ അയുനിന്നാസ് നാസിൻ്റെ അയനുകളെ തൊട്ട് ആ കുട്ടിയെ നിങ്ങൾ മറച്ചു വെക്കൂ. കണ്ണിററ്റാക്കാനൊക്കെ കാലത്ത് മഹദിയോട് പറയാണ് ഫമാ കാനത്ത് കൊയ്ബത്തുഹു എന്ന് ചില നുസ്ഖയിൽ അങ്ങനെയുള്ളത്. കാന കൊയ്ബത്തുഹു ചില കാനത്ത് കൊയ്ബത്തുഹു, അത് യോജിപ്പ് കാനത്ത് കൊയ്ബത്തുഹു തന്നെയാണ് ഈ കാരണം. ഫമാ കാനത്ത് കൊയ്ബത്തുഹു ഹുളൂറുഹു ആ കൊയ്ബത്തും ഹുളൂറും ആയില്ല. ഐക്കല്ലം ഹിൽ ബസർ ഒരു കണ്ണുകൊണ്ട് ഒന്ന് പെട്ടെന്ന് തിളങ്ങണ മാതിരി, കണ്ണിൽ നിന്ന് തിളങ്ങി അസ്തമിക്കണ മാതിരി അല്ലാതെ ആയില്ല ആ കൊയ്ബത്തും ഹുളൂറും. പിന്നെ വലമ്മ കൊന്തു ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മുത്തഹയ്യിറത്തം മിൻ ദാലിക അത് കാരണമായിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ കണ്ണിക്ക് അത് വല്ലാത്തൊരു ഒരു സൗന്ദര്യമുള്ള ഒരു പ്രത്യേകമാതായിരിക്കുന്ന ഒരു കുട്ടിനെ കാണുകയും അപ്പം തന്നെ കണ്ണിൽ നിന്ന് മറക്കുകയും ചെയ്തപ്പോൾ ഞാൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബിസലാസത്തിനഫരിൻ മൂന്നാളടങ്ങുന്ന സംഘത്തിൻ്റെ അരികിലാണ് ഞാൻ. കളയപ്പെട്ട പുത്താൻ അവറാക്കണേ ബിസലാസത്തിനഫരിൻ എന്ത് ചെയ്യണം സങ്കല്പിക്കണം. അവിടെ ഹുജായ എഴുതിയാവുമ്പോൾ തൻവീ ഉണ്ടാവില്ല. അസമയത്ത് ഞാൻ ഒരു മൂന്നാളടങ്ങുന്ന സംഘം ഈ സലാസം മുതൽ എന്തുവരെ അഷറ വരെ ഉള്ളതിനെ ഇങ്ങനെ ഇതിലേക്ക് ദാവത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാനക്കോടെ സലാസത്തു നഫരി എന്ന് പറഞ്ഞാൽ മൂന്ന് സംഘം എന്നല്ലാത്ത മൂന്നാളടങ്ങുന്ന സംഘം എന്നർത്ഥം. മൂന്ന് സംഘമല്ല. ഖദ്ദഖലൂ അവരൊക്കെ പ്രവേശിച്ചിരിക്കുന്നു അലിയ എൻ്റെ മേലിൽ. എന്താണ് ആ മൂന്നാൾക്കാരുടെ രൂപം എന്നറിയോ? കന്ന വുജൂഹും അവിടെയൊക്കെ മുഖങ്ങളായതുപോലെ അഖ്മാർ ഖമറുകളായതുപോലെ മുഖം ഇങ്ങനെ ചന്ദ്രൻ്റെ വിളർപ്പ് പോലെ മുഖം. പിന്നെ വഫിയതി അഹദിഹിം അവർ ഒരാളുടെ കയ്യിലുണ്ട് ഇബ്രീഖുൻ ഒരു കിണ്ടിയുണ്ട്. വാലുള്ളതിനാണ് കിണ്ടി അറിയാം. മിനൽ ഫില്ലത്തി വെള്ളിയാലുള്ള ഒമാലാഹരി മറ്റാളോട് കൂടെയുണ്ട്. തൊസ്തും തൊസ്തുന്ന് ഷീനാണ് കാണുന്നത്. ശരിക്ക് പുള്ളില്ലാത്ത സീന വേണ്ടത് ശരിക്ക് അതിലൊക്കെ ഷീനല്ലേ തൊസ്ത് എന്നാണ് ശരിക്കും ഉള്ളത്. അതേ സ്ഥലത്ത് ഒരു കാടൻ ഒരു ഇസ്തിമാൽ ഈ പയച്ചിങ്ങാണ്ടാണ് തുഷ്തു എന്നുള്ള ഇസ്തിമാൽ ഉണ്ടാവുള്ളൂ. ശരിക്കും തൊസ്ത് എന്നാണ്. മിനസ്സബർജദിൽ അഖ്ളരി പച്ച ഗോമേതകത്തിനാലുള്ളതായിരിക്കുന്ന ഒരു തളികയുണ്ട് മറ്റൊരാളുടെ കയ്യിൽ. ഒബിയതി സാലിസി മൂന്നാമത്തെ വ്യക്തിയുടെ കയ്യിലുണ്ട് ഹരീറത്തും ബൈളാഹ് വെളുത്തതായിരിക്കുന്ന ഒരു പട്ടുതുണിയുണ്ട്. മതുവിയത്തും ചുരുട്ടി പിടിക്കപ്പെട്ടതായ ഫനശറഹ അങ്ങനെ ആ മൂന്നാമൻ അതിങ്ങനെ തുറന്ന് കാണിച്ചു. ഏത് ആ പട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഫൈദ സമയത്ത് ഹിയ അതിനകത്തുള്ളത് ഹാത്തമുൻ അതൊരു ഹാത്തമാണ്. അത്
യുഹയ്യിറു സാഹിബൻ അസ്അയുനൻ നാദിരീൻ, നോക്കുന്നവരുടെ കണ്ണുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന, അത് അന്തം പിടിക്കുന്ന, കണ്ണാകെ മങ്ങിപ്പിക്കും. ഹയാതിരി ഹാത്തമാണത്. പിന്നെ ഹമലബിനി, ഇങ്ങോട്ട് അദ്ദേഹം എൻ്റെ മോനെ ഇങ്ങോട്ട് ചുമന്നു എടുത്തു. വലഹു, എന്നിട്ട് ആ മോനെ കൊടുത്തു. ഒരു സാഹിബി ത്വസ്തി, പിന്നെ ആ കയ്യിൽ പിന്നെ ഇത് പിടിച്ച ത്വസ്ത് പിടിച്ച ആളില്ലേ, തളിക പിടിച്ച ആൾ, ആ സാഹിബ് ത്വസ്തിലേക്ക് അങ്ങ് നൽകി. വന അൻളുറു ഇലൈഹി, ഞാൻ അപ്പോഴൊക്കെ അങ്ങനെ നോക്കുകയാണ്, ആ കുട്ടിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഫാസലഹു, ആ കുട്ടിയെ അയാൾ കുളിപ്പിച്ചു. മിൻ ദാലിക്കൽ മാഇല്ലദീ ഫിൽ ഇബ്രീഖ്, ആ ഇബ്രീഖിലുള്ളതായിരിക്കുന്ന, കിണ്ടിയിലുള്ളതായിരിക്കുന്ന നല്ല വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് ഈ കുട്ടിയെ ഒന്ന് കുളിപ്പിച്ചു. സബ്അ മറാത്ത്, 7 തവണ കുളിപ്പിച്ചു. ഇങ്ങനെ നല്ല തളിക പിടിച്ചിരിക്കുകയാണ്. ആ തളികൻ്റെ മേലെ ഇങ്ങനെ കുട്ടനൊക്കെ പിടിച്ചിട്ട് മുകളിൽ നിന്ന് കിണ്ടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് 7 തവണ കഴുകിയാണ് പരിശുദ്ധമാക്കി. സാധാരണ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിനെ കുളിപ്പിച്ചൂലേ, ആ കുളിപ്പിക്കൽ മലക്കളാണ് ഈ കാര്യം. പിന്നെ എന്നിട്ട് ആ ആളോട് മറ്റേ ആൾ പറയാണ്, ഇഖ്തിം ബൈന കത്തിഫൈഹി ബിഹാത്തമിൻ നുബുവ, ആ നുബുവത്തിൻ്റെ ശീല് കൊണ്ട് ആ കുട്ടിൻ്റെ ആ കൈപ്പലടിയിൽ ശീല് വെക്കടാന്നൊരു കൽപ്പന. പിന്നെ അതിനാണ് ആ ശീല് കൊണ്ടുവന്ന്, ശീല് വെക്കാൻ. വഹുവ ഹാത്തിമുൻ നബിയീൻ, ആദ്യത്തെ ഹാത്തമ് എന്നും വായിക്കണം, രണ്ടാമത്തെ ഹാത്തിമ് എന്നും വായിക്കണം. ആദ്യത്തെ സീല് എന്നുള്ള വായനാക്കും, രണ്ടാമത്തെ അവസാനത്തോടെ എന്നുള്ള വായനാക്കുക. നബിമാരിൽ അവസാനത്തവരാണ്, അതുകൊണ്ട് ഹാത്തമ് എന്ന് അവിടെ എന്ത് ചെയ്യണം, ശീല് വെക്കണം. പിന്നെ വസയ്യിദു അഹ്ലി സമാവാതി വൽ അർളി അജ്മഈൻ, ആകാശലോകങ്ങളുടെയും ഭൂമി ലോകത്തിൻ്റെയും നേതാവാണ്. അജ്മഈൻ, സർവരുടെയും നേതാവുമാണ്. ഖീല, അല്ലേ?